പ്രൈസ് ടു ജീസസ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ഈ കാലയളവിലെല്ലാം ഒരുപാട് ജനങ്ങൾ അത്ഭുതങ്ങളുടെ പുറകെയും അടയാളങ്ങളുടെ പുറകെയൊക്കെ ഓടിക്കൊണ്ടിരിക്കുക. എവിടെയാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത്? എവിടെയാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നത്? എന്ത് വില കൊടുത്തും എത്ര ദൂരത്തും എത്ര കഷ്ടപ്പെട്ടും ചെന്ന് പെട്ട് അത് നേടിയെടുക്കുവാൻ തലമുറകളെയൊക്കെ കൊണ്ടുപോയി ഏത് അവസ്ഥയിലായാലും കുഴപ്പമില്ല, ഞങ്ങൾ ആഗ്രഹിച്ചത് പിടിച്ചു മേടിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടോ എന്ന് ഓടി അന്വേഷിച്ചു കൊണ്ടിരിക്കുക. ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പല പേരിലും പല തലത്തിലും അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ആലയങ്ങൾ കേരളത്തിൽ ഒരുപാട് അടിക്കടി ഉയർന്നുകൊണ്ടിരിക്കുക, ഒത്തിരി സ്ഥലത്ത്. അപ്പോൾ വെളിച്ചതൂതന്റെ ആത്മാവ് ഇറങ്ങി പ്രവർത്തിക്കാൻ ആരംഭിച്ചു. കാണുന്നതെല്ലാം ദൈവമാണ്, കേൾക്കുന്നതെല്ലാം ദൈവമാണ്, കാണുന്നതെല്ലാം അനുഗ്രഹമാണ്, കിട്ടുന്നതെല്ലാം ലാഭത്തിന് വേണ്ടിയാണ്. കുറച്ച് പൈസ കൊടുത്താൽ എന്താ, കുറച്ച് ദൂരം യാത്ര ചെയ്താൽ എന്താ, ആഗ്രഹിച്ച കാര്യങ്ങൾ ലഭിക്കുമല്ലോ. അതിനുവേണ്ടി പലതരം വഴിപാടുകൾ, പലതരം നേർച്ചകൾ, പലതരം മെഴുകുതിരികൾ, അങ്ങനെ ഒരുപാട് യേശുക്രിസ്തുവിനേക്കാൾ അധികമായി ലൂസിഫർ ചെയ്തതിനെ പോലെ ഉടമ്പടികളും നേർച്ചകളും കാഴ്ചകളും എന്നു വേണ്ട എന്തെല്ലാം അർപ്പിക്കാമോ അത് അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് യാത്ര ചെയ്യുന്നു. അധികാരികൾ കേരളത്തിൽ ഈ ജനങ്ങൾക്ക് സപ്പോർട്ടാണ്. അവർക്കൊന്നു മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ചർച്ച ഉയരണം, സാമ്പത്തികം ഉണ്ടാകണം. ഇതിന് ബലിയാടാകുന്നത് കുറെ ജനങ്ങൾ ദൈവത്തിൽ നിന്നെല്ലാം അകന്നു, ദൈവ സംവിധാനത്തിൽ നിന്ന് അകന്നു, സ്വർഗീയതയിൽ നിന്ന് അകന്നു. ഇപ്പൊ യേശുവുമായിട്ടൊന്നും ബന്ധമില്ല. കാരണം യേശു ക്രിസ്തുവിൽ നിന്നൊരു അനുഗ്രഹം ഒരുത്തവന് കിട്ടണമെങ്കിൽ അവൻ മാനസാന്തരപ്പെടണം. എന്നാലേ അവന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം തുറക്കത്തുള്ളൂ. അല്ലാതെ ഏത് സമയത്തും ഏത് പാപത്തിന്റെ അടിമപ്പെട്ട് അശുദ്ധനായി വന്നിരുന്ന ഒരുവൻ മുഴങ്കാലും അടക്കി പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം സ്വർഗം തുറക്കത്തില്ല. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 13:5 പറയുന്നത്, അല്ലല്ല നീ മാനസാന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നശിച്ചു പോകും. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പൊ ഉദാഹരണത്തിന് ആലപ്പുഴയിലെ കൃപാസനം എന്ന BP ജോസഫച്ചന്റെ ഒരു ചർച്ചുണ്ട്. കാത്തലിക്സിൽ നിന്നൊക്കെ ഒരുപാട് പേര് വന്നു, അത് അവരുടെ ടൈപ്പാണ്. പക്ഷേ യാക്കോബ സഭയിൽ നിന്നും അനേക ജനങ്ങൾ, ഓരോ ഇടവകയുടെ കീഴിൽ നിന്ന് പോലും അനേക ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? ഉടമ്പടി ഉറപ്പിക്കാൻ. ഇത് യാക്കോബ സഭയിലെ അധികാരികൾക്ക് ജനത്തെ ബോധം കൊടുക്കണ്ടേ? അതായത് ഉടമ്പടി എന്താണ്, നിങ്ങൾ ചെയ്യുന്ന ഏത് പാപമാണ്, ഏത് പാപ മേഖലയിലേക്കാണ് ജനങ്ങളെ നിങ്ങൾ പോകുന്നതെന്ന് പറയാനുള്ള ആർജവത്വം അധികാരികൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ജനങ്ങൾ ഓടുന്നത്. മറ്റൊന്ന്, ജനം നോക്കുമ്പോൾ ഇന്ന് പഴയതുപോലെ ഒന്നുമില്ല. ഏകരക്ഷകനായ യേശു ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കാൻ ഇന്ന് യാക്കോബ സഭയിലെ അധികാരികൾക്ക് പറ്റുന്നില്ല. അവരോട് ചോദിച്ചാൽ കഷ്ടതയുടെയും വേദനയും സങ്കടങ്ങളും പറയുമ്പോൾ അവർ പറയുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ, കുറച്ച് നേർച്ചകളുടെയും വഴിപാടുകളുടെയും ലിസ്റ്റ്. നീ ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും. നീ ഒരു 10 പട്ടക്കാരുടെ നേർച്ച ഒന്ന് കഴിച്ചു നോക്ക്, നിനക്ക് ഇന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അതിന് സമാപ്തി വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുണ്യാളന് കോഴി കൊടുത്തു നോക്ക്, ഒരു കോഴി പെരുന്നാൾ നീ നേർന്നു നോക്ക്, കാര്യങ്ങളൊക്കെ. അല്ലൊരു ശനിയാഴ്ച ഒരു കുർബാനപ്പണം കൊടുത്തു നോക്ക്, പൈസ കൊടുത്തേ കുർബാനപ്പണം ഒന്ന് ചെയ്തു നോക്ക്, നിനക്ക് അത് ശരിയാകും. അല്ലെങ്കിൽ നീ ഒരു കൊടിമരം അല്ലെങ്കിൽ ഒരു കൊട അല്ലെങ്കിൽ വിവിധ തരം നേർച്ചകൾ യാക്കോബ പള്ളിയിൽ കെട്ടിക്കിടക്കുന്നതായ പലതിൻ്റെയും ലിസ്റ്റ് ജനത്തിന് കൊടുക്കും. ഈ ജനത്തിന് ഏത് വിധത്തിലാണ് യേശുവിനെ കാണാൻ കഴിയുന്നത്? എൻ്റെ ചോദ്യം അതാണ് അധികാരികളോട്. യേശുവിനെ കാണാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥമായ ഏകരക്ഷകനായ യേശുവിനെ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വഴിപാടും കർമ്മത്തിലും ജനത്തെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഏത് ജനത്തിന്റെ ഹൃദയമാണ് തണുപ്പിക്കാൻ പറ്റുക? തണുപ്പിച്ചില്ലാത്തത് കൊണ്ടല്ലേ ഇന്ന് കൃപാസനം പോലുള്ള കൊടും പാപത്തിലേക്ക് ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് യാക്കോബ സഭയിൽ നിന്ന്. എന്തുകൊണ്ടാണ് അധികാരികൾ ഇതിനെ തടുക്കാത്തത്? ഞാൻ ഒരിക്കൽ ഇത് പറയാൻ, ഇന്ന് ഒരുവൻ മദ്യം കഴിച്ച് വഴിക്ക് കിടന്നാലോ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ജീവിച്ചാലോ ഒരധികാരിയും ചോദിക്കത്തില്ല, നീ എന്തിനാണ് ഇത് ചെയ്യുന്നത്? അല്ലെങ്കിൽ കുഞ്ഞാടെ നീ എന്തിനാ ഈ പാപം ചെയ്യുന്നത്? നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകത്തില്ലേ? നീ തകർന്നു പോകത്തില്ലേ? അങ്ങനെ ചോദിക്കുന്ന എത്ര ഇടയന്മാരുണ്ടെന്ന് എനിക്കറിയത്തില്ല. മറിച്ച് ബൈബിൾ എടുത്ത് നീ ഒന്ന് പ്രസംഗിക്കാൻ ഇറക്കുക.
നീ ഏക സത്യ ദൈവത്തെ നീ ഒന്ന് മറ്റുള്ള ജനത്തിന്റെ ഇടയിലേക്ക് കൊടുക്കാൻ നീ ഇറങ്ങി നോക്ക്. നിനക്ക് ചോദ്യം വരും, നീ ആരാണ്? നിന്നോട് ആര് പറഞ്ഞു ഇതെടുക്കാൻ? നീ ഈ മതത്തിന്റെ ഈ സഭയുടെ കീഴിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ അനുവാദമില്ലാതെ നിനക്ക് ബൈബിൾ എടുക്കാൻ പറ്റത്തില്ല. നീ അതുകൊണ്ട് ഇതിന് കാരണം ബോധിപ്പിക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് നോട്ടീസ് വരെ ഈ യാക്കോബ സഭയെ നയിച്ചേക്കാം. എന്തിനു വേണ്ടിയിട്ടാ? ഏകരക്ഷകനായ ഏക കർത്താവായ യഹോശുവയെ നിന്റെ ഹൃദയത്തിൽ നീ സ്വന്തമാക്കിയ ഇരിക്കുന്ന ഇതേ യഹോശുവയെ നിന്റെ വീട്ടിൽ 10 പേരെ കൂട്ടി നീ അവർക്ക് പറഞ്ഞു കൊടുത്താൽ നാളെ നിനക്ക് രജിസ്റ്റേർഡ് കത്ത് വരും. കാരണം എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? നീ ഞങ്ങളുടെ അനുവാദം കൂടാതെ ഞങ്ങളുടെ സ്വന്തമായ യേശുവിനെ നീ എന്തിനു പ്രസംഗിച്ചു എന്ന് വെച്ചാൽ അവർ വിചാരിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു ഞങ്ങളുടെ മാത്രം സ്വന്തമാണെന്നൊന്നുമല്ല. കാരണം ജനത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുമ്പോൾ, ജനത്തിന്റെ ഇടയിലേക്ക് ചെല്ലാതിരിക്കുമ്പോൾ ജനം ഓടും. ജനത്തിന്റെ ശരീരത്തിന്റെ വിശപ്പല്ല, ആത്മാവിന്റെ വിശപ്പ് തീർക്കാൻ സഭയിലെ ഇടയന്മാരെ നിങ്ങൾ ഇറങ്ങിയില്ല എങ്കിൽ അടുത്ത തലമുറ ഇനിയില്ല. അടുത്ത തലമുറ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോകും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എസെക്കേലിന്റെ തിരുവചനം അതിന്റെ 34-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കുമ്പോൾ, മനുഷ്യപുത്ര, ഇസ്രായേലിന്റെ ഇടയന്മാരെ കുറിച്ച് നീ പ്രവചിച്ച് അവരോട് ഇടയന്മാരോട് തന്നെ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇസ്രായേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം, ആടുകളെ അല്ലയോ നിങ്ങൾ മേയ്ക്കേണ്ടത്. ഇന്ന് നടക്കുന്നത് ഏതാണ്? എസെക്കേൽ പറയുക, ഇടയന്മാരെ നിങ്ങൾ ആടുകളെയല്ല മേയ്ക്കേണ്ടത്, നിങ്ങളെ തന്നെ മേയ്ക്കുകയാണോ ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ നടക്കേണ്ടതാ. ഈ വഴിപാടിന്റെ ലിസ്റ്റിന്റെ കഥകളുടെ പേര് കൊടിമരം നാട്ടാനും മുത്തുകുട മേടിക്കാനും പെരുന്നാൾ കഴിക്കാനും അങ്ങനെ ലിസ്റ്റ് നിങ്ങൾ വാരിക്കൊതുക്കുമ്പോൾ ലാഭം ആർക്കാണ്? പാവപ്പെട്ട കുഞ്ഞാടുകൾക്കാണോ ലാഭം? ചർച്ചിനാണോ ലാഭം? ബാഡ്ജ് കുത്തിയ ചേട്ടന്മാർക്കാണോ ലാഭം? ആർക്കാണ് ലാഭം? ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാവാരുടെയാണ്? കുഞ്ഞാടുകളുടെ ആത്മാവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അവർക്ക് ഒന്നും അവർക്ക് വചനമില്ല, യേശുവിനെ കാണാൻ പറ്റുന്നില്ല, യേശു ക്രിസ്തു ആരാന്ന് അറിയത്തില്ലെന്ന്. ഇത് ചോദിച്ചു നോക്ക്. യാക്കോബ സഭയിലുള്ളവർ ചോദിച്ചു, ഏകരക്ഷ യേശു ക്രിസ്തു ദൈവമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ പറയത്തില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോ മിണ്ടത്തില്ല. കാരണം അവർക്ക് അറിയത്തില്ല. അവർക്ക് കണ്ടു പഠിച്ചത് മുഴുവനും നേർച്ചകളും കാഴ്ചകളും തിരുശേഷിപ്പ് മുത്തലുകളും ഓട്ടവും ചാട്ടവും ഒരു എന്റർടൈൻമെന്റ് പെരുന്നാളുകളും മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ജനം എന്ത് ചെയ്തു? രക്ഷ എവിടെ കിട്ടുമെന്ന് ആര് പറയുന്നു അങ്ങോട്ട് ഓടും. ഇടയന്മാരെ കുഞ്ഞാടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. നമുക്ക് എസെക്കേലിന്റെ 34-ന്റെ 7-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇടയന്മാരെ, യഹോവയുടെ വചനം നിങ്ങൾ ആദ്യം കേൾപ്പിൻ. ഇടയന്മാരെ, യഹോവയുടെ വചനം കേൾപ്പിൻ. എന്നാണ് ഇടയനില്ലായ്മ കൊണ്ടത്രേ എൻ്റെ ആടുകൾ കവർച്ചയായി പോവുകയും എൻ്റെ ആടുകൾ കാട്ടിലെ സകല മൃഗത്തിനും ഇരയായി തീരുകയും ചെയ്യുന്നത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇടയന്മാർ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന് വചനം പറയുന്നത്. ഇടയന്മാർ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്റെ കുഞ്ഞാടുകൾ കാട്ടിലെ മൃഗത്തിന് ഇരയായി തീരുക. കൃപാസനം പോലുള്ള അന്യാരാധന നടത്തുന്ന സ്ഥലത്ത് ഇന്ന് സഭയുടെ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സഭയിലെ കുഞ്ഞാടുകൾ മൃഗത്തിന് കടിച്ചു കീറുന്ന ചെന്നായികൾക്ക് ഇന്ന് ഓരോ ചർച്ചിന്റെ കീഴിലുള്ള ആടുകൾ മനുഷ്യർ ഇരയായിക്കൊണ്ടിരിക്കുക. ഇതിനൊക്കെ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനൊക്കെ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എത്രയോ ജനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എത്രയോ കുടുംബങ്ങൾ വേദനിക്കുന്നു, എത്രയോ കുടുംബങ്ങൾ ഡിവോഴ്സിന്റെ വക്കത്തെത്തി നിൽക്കുന്നു, എത്രയോ കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി സഭയുടെ കീഴിൽ നിൽക്കുന്നു. ഇവിടെയൊക്കെ കൊടുക്കേണ്ടത് നേർച്ചകളുടെയും വാഴ്ചകളുടെയും വഴിപാടുകളുടെയും തിരുശേഷിപ്പിന്റെ കണക്കുകളെല്ലാം മറിച്ച് വിടുതലിന്റെ രക്ഷ കൊടുക്കുന്നത് ഏകരക്ഷ യേശു ക്രിസ്തുവിൽ നിന്ന് മാത്രമാണ്. ഹല്ലേലൂയ. ഇത് കൊടുക്കാതെ, വചനം പറയുന്നതാണ്, ഇത് കൊടുക്കാതെ ഇടയന്മാരില്ലായ്മ കൊണ്ടത്രേ എൻ്റെ ആടുകൾ, ഇടയനില്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ ആടുകൾ മുഴുവനും അന്യാരാധനയിലേക്ക്, മന്ത്രവാദം, ആഭിചാരം എല്ലാം പോകുന്നത് ഇടയനില്ലാത്തത് കൊണ്ടാണ്. കാരണം അവർക്ക് അത് അറിയണ്ട, അവർക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ മതി. പക്ഷെ ബൈബിൾ എടുത്ത് നീ പ്രസംഗിക്കരുത്, നീ ബൈബിൾ എടുത്ത് കൂട്ടായ്മ നടത്തരുത്. അത് മാത്രം നിനക്ക് അനുവാദമില്ല. ബാക്കിയെല്ലാം നീ ചെയ്തോ, ആരും ചോദിക്കത്തില്ല. ഇത് ഏത് ആത്മാവാണെന്ന് സഭയുടെ അകത്തിരിക്കുന്നത്. ഇത് പറയുന്ന
ഇടയന്റെ അകത്തിരിക്കുന്ന ആത്മാവ് ഏതാണ്? ഞാനിത് പറയുന്നത് എനിക്ക് രജിസ്റ്റേർഡ് കത്ത് വന്നതാണ്. അപ്പൊ ഇത് ചെയ്യിച്ചവന്റെയും ചെയ്തവരുടെയും അകത്തിരിക്കുന്ന വചനത്തിനെതിരെ നിന്നവരുടെ ആത്മാവ് ഏതാണ്? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുവന്റെ അകത്തിരിക്കുന്ന അവൻ ഏകരക്ഷകനും ഏകനാഥനുമായി സ്വീകരിച്ച അതേ ദൈവത്തെ മറ്റൊരാളിലേക്ക് കൊടുക്കുവാൻ ആരുടെ അനുമാനം? പൗലോസ് അപ്പോസ്തലൻ ദമസ്കോസിലേക്ക് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പോകുമ്പോൾ വെളിപ്പാട് കിട്ടി. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ അതിന്റെ മുമ്പിൽ പോയൊന്നും ഞാൻ അനുവാദം ചോദിച്ചില്ല, എനിക്ക് വെളിപ്പെട്ടത് ഞാൻ ജനത്തിന് കൊടുക്കാൻ കൂടി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എസെക്കിയേലിന്റെ തിരുവചനം 34-ാമത്തെ അധ്യായം 9-10 വായിക്കാം. യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഇടയന്മാർക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ എൻ്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്നും ചോദിച്ച് ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്നും അവരെ നീക്കിക്കളയും. ഇടയന്മാർ ഇനി തങ്ങളെ തന്നെ മേയ്ക്കയില്ല. എൻ്റെ ആടുകൾ അവർക്ക് ഇരയാകാതിരിക്കേണ്ടതിന്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് പ്രകാരം ഞാൻ ഇടയന്മാർക്ക് വിരോധമായിരിക്കുന്നു. കുഞ്ഞാടുകളെ നോക്കാൻ പറ്റാത്ത ഇടയന്മാർക്ക് കർത്താവ് ഞാൻ അവർക്ക് വിരോധം. കാരണം ഈ ജനം പോകുമ്പോൾ, ഈ ജനങ്ങൾ അന്യ ആരാധനയിൽ പോകുമ്പോൾ ഇടയന്മാർക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. ഇടയന്മാര് കണക്ക് കൊടുക്കേണ്ടി വരും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിരോധമായിരിക്കുന്നു. ഞാൻ എൻ്റെ ആടുകളെ അവരുടെയൊക്കെ കയ്യിൽ നിന്ന് ഞാൻ മേടിക്കും. കാരണം എൻ്റെ ആടുകൾ നാഥനില്ലാതെ മേച്ചിൽ പുറത്ത് അന്യമൃഗങ്ങളുടെ നടുവിൽ എൻ്റെ ജനം ചുറ്റി സഞ്ചരിക്കുക. വേലയിൽ നിന്ന് അവരെ നീക്കിക്കളയും. ഇടയന്മാർ ഇനി തങ്ങളെ തന്നെ മേയ്ക്കയില്ല. എൻ്റെ ആടുകൾ അവർക്ക് ഇരയാകാതിരിക്കേണ്ടതിന് തന്നെ. ഇതാണ് വചനം പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എസെക്കിയേൽ 34-ാമത്തെ അധ്യായം 23. അവയെ മേയ്ക്കേണ്ടതിന്, എൻ്റെ ആടുകളെ മേയ്ക്കേണ്ടതിന് ഞാൻ ഒരു ഇടയനെ അവയ്ക്കായി നിയമിക്കും. എൻ്റെ ആടുകളെ മേയ്ക്കേണ്ടതിന് ഞാൻ ഒരു ഇടയനെ അവയ്ക്കായി നിയമിക്കും, എൻ്റെ ദാസനായ ദാവീദിനെ തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദിന്റെ കുലത്തിൽ പിറന്ന ഏകരക്ഷകനായ യേശു ക്രിസ്തുവിനെ എൻ്റെ ആടുകളെ മേയ്ക്കാൻ ഒറ്റ ഇടയനെ ഞാൻ നിയമിക്കും. ഇനി എൻ്റെ കീഴിലായിരിക്കും. ഒരു ഇടയന്റെ ആവശ്യമില്ല. എന്നെ പ്രഘോഷിക്കുന്നവർ, എന്നെ ആരാധിക്കുന്നവർ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, എൻ്റെ ആടുകളെ മേയ്ക്കാൻ ഞാൻ പ്രാപ്തനാണ്. ഒരു ഇടയന്റെ മുമ്പിലേക്കും എൻ്റെ ആടുകളെ ഞാൻ വെച്ച് കൊടുക്കത്തില്ല. അതുകൊണ്ട് ദാവീദിന്റെ, സ്തോത്രം. ഹല്ലേലൂയ, ദാവീദിനെ തന്നെ, എൻ്റെ ദാസനായ ദാവീദിനെ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കാൻ ഞാൻ ഇറക്കും. എന്ന് വെച്ചാൽ യേശുക്രിസ്തു പോലും, യേശുക്രിസ്തു മേയ്ക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്നത്തെ ആ അവസ്ഥകൾ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. ഓരോ ചർച്ചിന്റെ അവസ്ഥയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ജനത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നാൽ ജനം ഓടിപ്പോകും. ജനത്തിന് വചനം എന്തെന്ന് ജനത്തിന് അറിയത്തില്ല. ബൈബിള് ആകപ്പാടെ തുറക്കുന്ന മരിച്ചവരുടെ തലയ്ക്കപ്പത്ത് സങ്കീർത്തനം വായിക്കാനാണ്. അല്ലാതെ സ്വർഗരാജ്യത്തെ പറ്റിയോ അത്യുന്നതനായ യഹോശുവയെ പറ്റിയോ കൂടുതൽ പഠിക്കണം, തിരിച്ചറിയണം എന്നുള്ള ബോധ്യമൊന്നും ജനത്തിനില്ല. ജനത്തിന് ആകെ കിട്ടുന്നത് വെള്ളകാലത്തും ഒരു കുടുംബ യൂണിറ്റ്. സ്തോത്രം. ഹല്ലേലൂയ. ജനത്തിന് അതല്ല ആവശ്യം. ജനത്തിന്റെ അകത്തേക്ക് ഏകരക്ഷകനായ യേശുക്രിസ്തു നിന്റെ വിടുതൽ, മറ്റൊന്നിലും നിനക്ക് രക്ഷയില്ല. ഒരു വഴിപാടിലോ നേർച്ചയിലോ കാഴ്ചയിലോ ഒരു തിരുശേഷിപ്പന്റെ മുമ്പിൽ പോയി മുഴങ്കാലും മടക്കതിലൊന്നും രക്ഷ ഇല്ല. ഇത് പറയാത്തിടത്തോളം കാലം ഒരു ഇടവകക്കാരനും അല്ലെങ്കിൽ യാക്കോബ സഭയുടെ കീഴിൽ നിൽക്കുന്ന ഒരു കുഞ്ഞാടുകളും വിടുതൽ പ്രാപിക്കുമെന്നുള്ള ബോധ്യമില്ല. സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 11-ാമത്തെ വാക്യം, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും. നല്ല ഇടയൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അത് ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. സ്വന്തം കുഞ്ഞാടുകൾക്ക് വേണ്ടി അത്യുന്നതനായ ദൈവം ജീവനെ കൊടുത്തതാ. ആ കൊടുത്തതിന്റെ പ്രതീകമാണ് ഓരോ ഇടവകയിലും ഓരോ ഇടയനെ നിയമിച്ചു. അതിന്റെ കീഴിൽ നിൽക്കുന്ന കുഞ്ഞാടുകളുടെ അവസ്ഥയാണ് ഇന്ന് കൃപാസനം പോലുള്ള ഓരോ ദേശത്ത്. അത് കൃപാസനം ഉദാഹരണം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഓരോ ചർച്ചകളൊന്നും കെട്ടിപ്പൊക്കി വരുന്നുണ്ട്. യേശുക്രിസ്തു അത്യുന്നതനായ ദൈവത്തിന്
വിരോധമായി കർത്താവ് അപ്പോസ്തലന്മാർ കൽപ്പിക്കാത്തത് നേർച്ചകളും വഴിപാടുകളും ഇന്ന് യാക്കോബ സഭയിൽ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തീരുമാനമെടുക്കുക. ഒരു സഭയുടെ അകത്ത് ഏക രക്ഷ യേശുക്രിസ്തുവും, ഏക രക്ഷ, ഏക വിടുതൽ അത്യുന്നതനായ ദൈവത്തിൽ കൂടി മാത്രമേ ഉള്ളൂ. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് അത്യുന്നതനായ ദൈവത്തിലേക്കാണ് മടങ്ങി വരേണ്ടത്. ഒരു മതത്തിന്റെ അടിമയല്ല നിങ്ങൾ നിൽക്കേണ്ടത്. ഒരു മതത്തിന്റെ അടിമക്കാരല്ല നിങ്ങൾ. ഏക രക്ഷ യേശുക്രിസ്തുവിൽ മാത്രമാണെന്നുള്ള ബോധ്യം സകല ജനത്തിന്റെ ഹൃദയത്തിലേക്ക് ദൈവം തരട്ടെ. ക്ലാസ് കേട്ട എല്ലാവരും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.